സാറ് പറഞ്ഞ എന്താ, സാറൊന്നും കാണാറില്ല. കാണാത്ത ഒരാൾ അങ്ങനെ ഇതിനെ കുറിച്ച് അഭിപ്രായം പറയാ? പുത്തപ്പുരക്കൽ അച്ഛനോട് കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പം ശ്രീകണ്ഠ സാർ ചോദിച്ചാണ്, അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഇതിനെ കുറിച്ച് മലമ്പുഴ വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറയുന്ന മലമ്പുഴ കണ്ടിട്ടാണ്. അതാ പറഞ്ഞേ, ഈ ഓരോ വിഷയത്തെ കുറിച്ചും ഞാനിവിടെ പ്രതിയായിട്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ്. ഞങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കത്തുള്ളൂ. കാണണമെന്നില്ല. സീരിയല് കാണണം കുറച്ചെങ്കിലും. എത്രയോ സീരിയലുകളിൽ നല്ല പോസിറ്റീവ് കാര്യങ്ങൾ. കാരണം ഈ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന സീരിയലല്ല, വേറൊരു സീരിയൽ ഞാൻ കണ്ടപ്പം അതിനകത്ത് ഒരമ്മ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റി ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നിനക്ക് ഇത്രയൊക്കെ കാരണങ്ങളുണ്ട് നിനക്ക് പിരിഞ്ഞു പോകാൻ, എന്നിട്ട് നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ആ അമ്മ പറഞ്ഞു കൊടുക്കുവാണ്. അത് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ ഇതിനകത്ത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. 30 കൊല്ലമായിട്ട് ഇവരെല്ലാവരും നമ്മുടെ വീടുകളിലെ നിത്യ സന്ദർശകരാണ്. അതിൽ 60 കൊല്ലം ഒരാളുണ്ട് ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയൽ മുഖാന്തരം കുടുംബങ്ങളിൽ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ സ്ത്രീകളെല്ലാം കൃത്യമായിട്ട് ജോലിയെല്ലാം ഒതുക്കിയിട്ട് കൃത്യസമയത്ത് അവിടെ വന്നിരിക്കും. അതൊരു വലിയ കാര്യമാണ്. രണ്ടാമത് അവര് ജോലിയെല്ലാം കൃത്യമായിട്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനം ചൂടാക്കിയാണ് ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്നത്. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. ഭർത്താക്കന്മാർക്ക് എന്തോ ജോലി. ഭർത്താക്കന്മാർ ഇപ്പൊ ഇത് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കരിഞ്ഞതല്ലാതെ അവർക്ക് ആർക്കും കിട്ടുന്നില്ല ഒന്നും. സത്യമാണ്. ഒരു കാര്യം, ഞാനൊരു വർക്കിംഗ്, സാറിന് അറിയാലോ ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. ഞാൻ പോലും എന്റെ ജോലി കഴിഞ്ഞു വന്നാൽ ഞാൻ എല്ലാം ഫ്രഷ് ആയിട്ട് എന്റെ വീട്ടിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.